UDF തരംഗപ്പേടിയിലോ കേരളത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരായ LDFിന്റെ അധിക്ഷേപങ്ങൾ. ഡോക്ടർ ജി ഗോപകുമാർ ഡയറക്റ്റായിട്ട് ഈ ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുകയാണ്. ഇന്ന് അതിൻ്റെ ഒരു ഉച്ചസ്ഥായിലേക്കൊക്കെ എത്തുകയാണ്. PV അൻവർ എന്ന MLA പറയുകയാണ് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന്. അതിനാകട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിന്തുണയും രാഹുൽ കൊടുത്തതിന് പകരം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് രാഹുലിനെ എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വരുന്നത്. അപ്പോൾ ഇവിടെ കേരളത്തിൽ 2019 ആവർത്തിക്കുമോ എന്നുള്ളൊരു ഭയപ്പാടിലാണോ ഇപ്പോൾ ഓൾ ഔട്ട് അറ്റാക്ക് രാഹുൽ ഗാന്ധിക്കെതിരെ LDF നേതാക്കൾ പറയുന്നത്? അതും മുഖ്യമന്ത്രിയുടെ ആശീർവാദത്തോടെ, മുഖ്യമന്ത്രി നേരിട്ടും. ഇവിടെ തെരഞ്ഞെടുപ്പ് രംഗം കേരളത്തിൽ സജീവമായിരിക്കുമ്പോൾ ഇവിടെ പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന ആ ബൈപ്പോളാർ മുന്നണിയുണ്ടല്ലോ, രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ 95% വോട്ടുകളും സീറ്റുകളും കൊണ്ടുപോകുന്ന, 100% സീറ്റുകളും കൊണ്ടുപോകുന്ന ആ ചരിത്രവും പാരമ്പര്യവും സമീപകാലത്ത് മാറുന്നൊരവസ്ഥ വരികയാണ്. അത് വോട്ട് ഷെയറിൻ്റെ കാര്യത്തിലെങ്കിലും ആ വ്യത്യാസം വരുമ്പോൾ ഒരു ട്രൈപ്പോളറായി കുറച്ച് നിയോജകമണ്ഡലമെങ്കിലും സംഭവിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളായ UDF LDFും അവരെ സംബന്ധിച്ചിടത്തോളം ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും ഇവിടെ ഒരു നറേറ്റീവ് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അത് ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോൾ UDFനാകട്ടെ വളരെ സ്ട്രെയിറ്റായിട്ട് സൗകര്യമുണ്ടായ ഒരു സാഹചര്യം, ഒന്ന് കേന്ദ്രത്തിലെ മോഡി ഭരണം, അതിനെ അറ്റാക്ക് ചെയ്യുക, രണ്ട് കേരളത്തിലെ പിണറായി ഭരണം, അതിനെ അറ്റാക്ക് ചെയ്യുക. അങ്ങനെ ഒരു നറേറ്റീവ് ഉള്ളപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗം കൂടിയായ CPM ലെഡ് അലയൻസിൽ അവർക്ക് തിരിച്ച് അവരെ അറ്റാക്ക് ചെയ്യാതെ UDFന് മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റില്ല. മോദിയെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയെ അറ്റാക്ക് ചെയ്യണം, എന്നാലേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ആ നിലയ്ക്ക് അവർ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം രാഹുൽ ഗാന്ധി ഒരു സ്റ്റെപ്പ് കടന്ന് പിണറായിയെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഭാഷ്യം പറഞ്ഞു. അവിടെ തൊട്ടാണ് ഇത് കൈവിട്ടു പോയത്. അവിടത്തിന് ശേഷം പിന്നെ ഒരു തിരിച്ചുപോക്ക് വന്നില്ല. കാരണം അതിനുള്ള മറുപടി കൊടുത്ത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ DNA ടെസ്റ്റ് ചെയ്യണം എന്നുള്ള വിദ്വേഷ പരാമർശത്തിൽ വരെ കൊണ്ടെത്തിച്ചു. അപ്പോൾ ഇത് മറുവശത്ത് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. മൈനോറിറ്റി കൺസോളിഡേഷൻ, പ്രത്യേകിച്ച് മുസ്ലിം കൺസോളിഡേഷൻ UDFന് അനുകൂലമായിട്ട് വരുന്നു. കഴിഞ്ഞ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ LDFനുണ്ടായിരുന്ന കുറേ ആനുകൂല്യങ്ങൾ ഇത്തവണ നഷ്ടപ്പെടുന്നു എന്നുള്ളത് അതിൻ്റെ പ്രധാന കാരണം മറ്റൊന്നുമല്ല, കേന്ദ്രത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷമായ കോൺഗ്രസ്സിനെ കുറച്ചുകൂടി മൈനോറിറ്റീസ്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം കൂടുതൽ വിശ്വാസത്തിൽ, അതായത് 2019 ഒരു തനിയാവർത്തനം ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് ഇതിനകം തന്നെ LDFന് കിട്ടിയിട്ടുണ്ട് അല്ലേ? ആ ഒരു സന്ദേശം വന്നിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇപ്പോഴത്തെ ഈ അറ്റാക്ക് വരുന്നത് അല്ലേ രാഹുലിനെതിരെ? അതായത് ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലേക്ക് ഇതിനെ ചുരുക്കിക്കൊണ്ട് പോവുകയാണോ ഇപ്പോൾ? നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ ചുരുക്കിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണല്ലോ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതെ, സംസ്ഥാന രാഷ്ട്രീയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. മോദി വിരുദ്ധതയേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫെയിലർ, സാമ്പത്തിക പ്രശ്നങ്ങൾ, കെടുകാര്യസ്ഥത, ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല, ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, പിന്നെ അതേപോലെ പൂക്കോട് യൂണിവേഴ്സിറ്റിയിൽ നടന്ന സംഭവങ്ങൾ, വിദ്യാർത്ഥികളുടെ റാഗിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ, മറ്റ് ക്യാമ്പസിലുള്ള ഓവർ പൊളിറ്റിസൈസേഷൻ, ഇതെല്ലാം സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങളാണ് കൂടുതൽ വരുന്നത്. എന്തായാലും കേരളത്തിൽ BJP LDFനും UDFനും ഒപ്പമെത്തുന്നൊരു കക്ഷിയല്ല. എന്നാൽ അവർ കുറേശ്ശെ സംഘടിച്ച് കൺസോളിഡേറ്റ് ചെയ്ത് വരുന്നു. ഈ സാഹചര്യത്തിൽ നേർക്കുനേർ വരുന്നത് ആരാണ് എന്നുള്ള കാര്യത്തിൽ LDFനാണ് കൂടുതൽ പ്രതിസന്ധി. LDFനെ സംബന്ധിച്ചിടത്തോളം BJP അറ്റാക്ക് ചെയ്യണോ, കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യണോ? ഈ രണ്ടും ഒരേപോലെ ഇമ്പോർട്ടൻ്റാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം BJP അറ്റാക്ക് ചെയ്യുന്ന ഐഡിയോളജിക്കൽ റൈവലാണ്. മറുവശത്ത് സംസ്ഥാനത്തിൽ ഏറ്റവും വലിയ എതിരാളി എന്ന് പറയുന്നത് UDFാണ്. അപ്പോൾ UDFനെ കടന്നു പോയല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരേ സമയം ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസ്യതയും നേടണം, അതേസമയം UDFനെ തോൽപ്പിക്കുകയും വേണം. അപ്പോൾ കേരളത്തിൽ അത് ദേശീയ തെരഞ്ഞെടുപ്പിൽ, സംസ്ഥാന തെരഞ്ഞെടുപ്പല്ല, ദേശീയ തെരഞ്ഞെടുപ്പിൽ കാര്യമായ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം LDF ദേശീയ തലത്തിൽ ഒരു ശക്തിയല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൊണ്ടാണ്. ഒരു കാര്യം കൂടി, ഈ അധിക്ഷേപം വന്ന് അതിൻ്റെ ഒരു വിദ്വേഷത്തിൻ്റെ ഒരു തലത്തിലേക്ക് കൂടി എത്തുകയാണല്ലോ. ഇപ്പോൾ ഈ DNA പരിശോധന നടത്തണം എന്നൊക്കെ പറയുന്നത്, PV അൻവർ MLA എന്ന് പറഞ്ഞാൽ ഈ വാവിട്ട വാക്ക് പ്രയോഗിക്കുന്ന ആളാണ്. അങ്ങനെ PV അൻവറെ നമ്മൾ അധികം കണക്കിലെടുക്കേണ്ടതില്ല, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പലപ്പോഴും. പക്ഷേ ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ നടത്തുമ്പോൾ അതിന് ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ പിന്തുണ വരികയാണ്. അത് നല്ല കാര്യമാണോ? അത് അല്ല, അതൊരു ആത്മവിശ്വാസക്കുറവാണ് കാണിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ പ്രശ്നം കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. കാരണം UDFനൊരു തരംഗമുണ്ടോ എന്നുള്ളൊരു സംശയം പൊതുവിൽ മറുവശത്തുണ്ടായിട്ടുണ്ട്. അതിന് കുറച്ച് സാങ്കത്യമുണ്ട് താനും. അപ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിൽ LDFന് കുറച്ചുകൂടി ജനകീയത വർദ്ധിപ്പിക്കാനും അണികളെ ഒന്നുകൂടി ഉഷാറാക്കാനും
നേരിട്ടുള്ള LDF UDF പോരാട്ടമാക്കി മാറ്റിയെടുക്കാൻ ഇത് ആവശ്യമാണ്. അതിനുകൂടി ശ്രമിക്കുമ്പോഴാണ് ഈ വിദ്വേഷ പരാമർശം കരകവിഞ്ഞൊഴുകുന്നത്. പക്ഷേ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വലുതാണ്. കാരണം ഇത് കഴിഞ്ഞ് ഇന്ത്യ മുന്നണിയിൽ ഒരു ഭാഗമാണ്. അപ്പോൾ ഇടയ്ക്ക് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ആരാണ് പറഞ്ഞത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയെന്നോ പ്രതിപക്ഷ നേതാവാക്കി ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട്. അത് വിദ്വേഷ പരാമർശമല്ലാത്തത് കൊണ്ടായിരിക്കാം മാധ്യമ ശ്രദ്ധ വന്നില്ല. അദ്ദേഹം അത് പ്രധാനപ്പെട്ട കാര്യമാണ്.